അഫ്സൽ സൗണ്ട് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് QC എന്ന ബ്രാൻഡിന്റെ CP8 എന്നൊരു മോഡൽ സ്പീക്കറാണ്. ഇത് പവേഡ് സ്പീക്കറാണ് വരുന്നത്. ഇതിന് പീക്ക് പവർ വരുന്നത് 1000 വാട്ട്സ് ആണ്. ഇതിന് SPL വരുന്നത് 124 ആണ്. ഇതിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം ഒരു 10 കിലോ ഒക്കെയാണ് ഇതിന് വെയിറ്റ്. ലൈറ്റ് വെയിറ്റ് സ്പീക്കറാണ്. അതുപോലെ ക്ലാസ് 3 ആംപ്ലിഫയർ ആണ് വരുന്നത്. അതുപോലെ നമ്മൾ ഈ ഒരു സ്പീക്കർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ സ്പീക്കറിലെ സ്കാനിൽ QR കോഡ് വഴി സ്കാൻ ചെയ്തിട്ട് ഇതിന്റെ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 6 വർഷത്തോളം നമുക്കിതിന് വാറണ്ടി കിട്ടുന്നുള്ളതാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്പീക്കർ നമുക്ക് PA ആയിട്ട് യൂസ് ചെയ്യാം, മോണിറ്റർ ആയിട്ട് യൂസ് ചെയ്യാം, അതുപോലെ ഇൻസ്ട്രുമെന്റിനും കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്പീക്കറിന്റെ ബാക്ക് സൈഡിൽ തന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഇതിന്റെ ബാക്ക് സൈഡിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്പീച്ച് മോഡ്, അതുപോലെ തന്നെ PA മോഡ്, ഫ്ലോർ മോണിറ്റർ എന്നൊക്കെ ആയിട്ട് ഈ ഒരു സ്പീക്കറിന്റെ ബാക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു സ്പീക്കർ നിങ്ങളെ പരിചയപ്പെടുത്താന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഓഡിറ്റോറിയത്തിൽ QCന്റെ കിറ്റാണ് ഉപയോഗിക്കുന്നത്. അവിടെ ലൈനർ അതുപോലെ തന്നെ സബ് മൊത്തം QC ആണ്, പവേഡുകളാണ്. അപ്പോൾ അതിന് മോണിറ്റർ യൂസ് ചെയ്യുന്ന CP8 പറഞ്ഞ ഈ ഒരു സ്പീക്കറാണ്. അപ്പോൾ ഞാൻ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഞാൻ വോക്കലിനും വെക്കലുണ്ട്, അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകൾക്ക് ഞാൻ കീബോർഡിന് കൊടുത്തപ്പോൾ അവർക്ക് നല്ല റിസൾട്ടാണ് വന്നത്. പക്ഷെ നമ്മൾ 15 ഇഞ്ചിന്റെ സ്പീക്കറിനെ കമ്പയർ ചെയ്യണ പോലെ ഈ ഒരു സ്പീക്കറിനെ കമ്പയർ ചെയ്യരുത്. കാരണം ബേസ് റെസ്പോൺസ് കിട്ടിക്കോണമെന്നില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവും. കാരണം 8 ഇഞ്ച് സ്പീക്കറാണല്ലോ വരുന്നത്. ഇതിന് ഏകദേശം റേറ്റ് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ റേറ്റ് വരുന്നത് ഏകദേശം ഒരു 40 സംതിങ് ആണ്. ഇതിൻ്റെ 12 ഇഞ്ച് മോഡലുണ്ട് ഈ സീരീസിൽ തന്നെ. അതിന് ഏകദേശം ഒരു 55ഒക്കെയാണ് ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടത്. അപ്പോൾ ഏതായാലും ഈ സ്പീക്കർ പരിചയപ്പെടാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. നേരെ വീഡിയോ പോയി കാണാം. സ്പീക്കറിൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കി കഴിഞ്ഞാൽ ഇവിടെ QC എന്നിൽ മേടിച്ചാണ്. താഴെ ഭാഗത്ത് ഇങ്ങനെയാണ് സ്പീക്കറിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത്. ഫ്രണ്ട് ഗ്രില്ല് വരുന്നത് ഇങ്ങനെയാണ്. ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ എന്താ സ്പീക്കർ കാണാം, 8 ഇഞ്ച് സ്പീക്കർ ഇവിടെ കാണാം. പിന്നെ ഒരു ഇതിൻ്റെ HF വരുന്നത് ഇവിടെയാണ് വരുന്നത്. പിന്നെ ഇവിടെ എയർ റോൾ വരുന്നത് ഈ സൈഡിലായിരുന്നു. HF ഒരു സൈഡിലും എയർ റോൾ സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ ഒരു സ്റ്റിക്കർ ചെയ്ത് കാണാം. CP8 1000 വാട്ട് പവേഡ് ലൗഡ് സ്പീക്കർ 90 കവറേജ് എന്നുള്ളതൊക്കെ ഇവിടെ സ്റ്റിക്കർ ചെയ്ത് കാണാം. അതുപോലെ തന്നെ ഇവിടെ 6 ഇയർ വാറണ്ടി വിത്ത് പ്രൊഡക്റ്റ് രജിസ്ട്രേഷൻ. അപ്പോൾ 6 വർഷം വാറണ്ടി ഉണ്ട്. അത് രജിസ്റ്റർ ചെയ്യാനുള്ള QR കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പോലെ സൈറ്റ് വിസിറ്റ് ചെയ്യാനുള്ള സൈറ്റ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെയുള്ളത്. പിന്നെ ഇതിൻ്റെ നേരെ മുകൾ സൈഡ് നോക്കി കഴിഞ്ഞാൽ ഇവിടെയും QC എന്നുള്ള വേർഡ് ചെയ്ത് കാണാം. പിന്നെ ഇവിടെ ഒരു പിടിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സൈഡ് ഭാഗം ബാക്ക് സൈഡ് നോക്കി കഴിഞ്ഞാൽ ഒരു സൈഡ് ഇങ്ങനെ ചെരിവായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചെറിയൊരു ബുഷൊക്കെ രൂപത്തിൽ കൊടുത്തിട്ട് ഇങ്ങനെ മോണിറ്ററായിട്ട് ചെരിച്ച് വെക്കണം എന്നല്ലേ. ഫ്ലോർ മോണിറ്ററായിട്ട് വെക്കുമ്പോൾ ചെരിച്ച് വെക്കാനുള്ളൊരു ചെരിവ് നമുക്ക് മനസ്സിലാവും. ഉണ്ടോ ബാക്ക് സൈഡ് ഉണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു കറവ്, ഇവിടെ ഒരു ചെരിവായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഈ സൈഡ് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ വരുന്നത്. പിന്നെ ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ ആംബ് സെക്ഷൻ വരുന്നത്. പിന്നെ ഇതിൻ്റെ താഴ് ഭാഗം നോക്കി കഴിഞ്ഞാൽ ഉണ്ടോ, ഇവിടെ നമുക്ക് ഹോളുണ്ട്. സ്പീക്കർ സ്റ്റാൻഡിൽ ഇടാനല്ലേ ഹോൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ബുഷുണ്ട്. ബാക്കിൽ ഇങ്ങനെ ഒരു വലിയൊരു ബുഷും ഫ്രണ്ടിൽ ഇങ്ങനെ ചെറിയ 2 ബുഷായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ചെരിച്ച് വെക്കുന്ന രൂപം ഒന്ന് കാണിച്ചു തരാം. 4 മോണിറ്റർ ആയിട്ട് വെക്കുമ്പോൾ എന്താ ഈ ഒരു രൂപത്തിലുണ്ടാവും. ഓക്കെ, ഇത് ആമ്പിൻ്റെ ബാക്ക് സൈഡ്, ആമ്പിൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കി കഴിഞ്ഞാൽ ആമ്പിൻ്റെ സെക്ഷനിൽ ഇവിടെ QC CP8 കോമ്പാക്ട് പവേഡ് 90 മൾട്ടി പർപ്പസ് ലൗഡ് സ്പീക്കർ എന്നൊക്കെ ഇവിടെ പാഡ് ചെയ്ത് കാണാം. പിന്നെ നമ്മൾ AC കൂടെ കണക്ട് ചെയ്യണത് ഇവിടെ താഴെ ഭാഗത്താണ് കൊടുത്തുള്ളത്. അതിൻ്റെ ഈ ഒരു മോണിറ്ററിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിലൊക്കെ ഓണാണ്. ഇവിടെ പവേഡ് ഓൺ എന്നുള്ള ഇവിടെ തന്നെ കേട്ടോ കൊടുത്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ ലൈൻ ഇൻപുട്ടുകൾ നോക്കാം. 3 ഇൻപുട്ടുകളും ഒരു മിക്സ് ഔട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഇവിടെ ആണോ ലൈന് A ഇൻ എന്ന് കാണാം, ഇവിടെ B ഇന്ന്, C ഇൻ എന്ന് കാണാം. ഇതൊരു കോംബോ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് XLR-ഉം അതുപോലെ തന്നെ ജാക്കും കണക്ട് ചെയ്യാം. 2 പിന്നും കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് സിഗ്നൽ, ഇതിൽ കൊടുത്ത് സിഗ്നൽ വരുന്ന അറിയാനുള്ളൊരു ഉണ്ടോ, സിഗ് പറഞ്ഞാണ്ട് ഇവിടെ ഒരു
ഗ്രീൻ നിറത്തിലുള്ള ഒരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സിഗ്നൽ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻഡിക്കേഷൻ കാണാം. പിന്നെ ഇതിൻ്റെ കൺട്രോൾ, വോളിയം കൺട്രോൾ ഓഫ് എവറി 0 dB പ്ലസ് 10 dB എന്നുള്ളത് വോളിയം കൺട്രോൾ. പിന്നെ ഇവിടെ ഉണ്ടോ ലിമിറ്റർ, ഓവറായിട്ട് ഇതിലേക്ക് വരുന്നുണ്ട്. പീക്ക് ലെവലൊക്കെ പോകുമ്പോൾ ലിമിറ്റർ ഓൺ ആകുമ്പോൾ ഇവിടെ ലിമിറ്റർ എന്നുള്ള റെഡ് കളറിലുള്ള ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട് കത്തും. ഇത് പവറിൻ്റെ ഇൻഡിക്കേഷൻ ഗ്രീന്. നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ ഇവിടെ പവർ കൊടുത്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്റർ ഓൺ ആയി കഴിഞ്ഞാൽ ഇവിടെ ഈ പവറിൻ്റെ ഇൻഡിക്കേഷൻ കത്തും, മോണിറ്റർ ഓൺ ആയി എന്നറിയാം. പിന്നെ വരുന്നത് ബീൻ്റെ ആണ്. ഇവിടെ A+C എന്നുണ്ട് കേട്ടോ ഗെയിന്. എൻ്റെയും സീൻ്റെയും വോളിയം കൺട്രോൾ, ഗെയിൻ കൺട്രോൾ ഇതായിട്ടാണ് വരുന്നത്. ഇനി ഇവിടെ ബി ഇൻ എന്നാണ്. ബി ഇന്നിൻ്റെ നമ്മൾ നേരത്തെ പോലെ തന്നെ കോംബോ ആയിട്ടാണ് വരുന്നത്. ജാക്ക് എക്സലർ കണക്ട് ചെയ്യുക, അതിൻ്റെ ഗെയിൻ ബി എന്നുണ്ടോ. ഇവിടെ A+C എന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെതും സീൻ്റെതും ഗെയിൻ കൺട്രോൾ വരുന്നത്. ഇത് ബീൻ്റെ മാത്രം കൺട്രോൾ. പിന്നെ ഇവിടെ മൈക്ക് ബൂസ്റ്റ് നിലവിടെ ചെറിയൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് മൈക്ക് കണക്ട് ചെയ്യുമ്പോൾ. പിന്നെ അതിനൊരു ഇൻഡിക്കേഷൻ ഇവിടെ കാണാം. പിന്നെ ഇവിടെ നമുക്ക് ഓരോ ഇത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിഫോൾട്ടായിട്ട് കുറേ ഇത് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടോ കൺട്രോൾ ഡിഫോൾട്ട് എന്ന് കാണാം. ഡിഫോൾട്ട് ടെക്സ്റ്റ് സബ്, ഡാൻസ് മോഡ്, ഡാൻസ് എക്സ്റ്റ് സബ്, അതുപോലെ തന്നെ ഫ്ലോർ മോണിറ്റർ, സ്പീച്ച്. ഇവിടെ ഫ്ലോർ മോണിറ്ററിലായിട്ടുള്ളത്. ഇവിടെ ഫ്ലോർ മോണിറ്ററായിട്ട് നമ്മൾ ഉപയോഗിക്കണം, ഇവിടെ ഒരു ഓഡിറ്റോറിയൽ ഉപയോഗിക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ സ്റ്റീരിയോ ഓക്സ് എന്നുള്ളത് സീന് ഇവിടെ ഉണ്ടോ, മൂന്നാമത്തെ ഇൻപുട്ട്. പിന്നെ ABC മിക്സ് ഔട്ട് പോസ്റ്റ് ഗെയിന്, മൂന്നിൻ്റെയും കൂടെ മിക്സ് ആയിട്ടില്ലേ ഔട്ട്. നമുക്ക് എല്ലാ ഏത് ഇൻപുട്ട് കൊടുത്താലും നമുക്ക് ഇതിൽ കിട്ടും. ഇനി 3 കൊടുത്താലും നമുക്ക് ഇതിൽ മിക്സ് ആയിട്ട് എല്ലാത്തിൻ്റെ കിട്ടും എന്നുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്ത് കാണാം, ABC എന്നുള്ളത്. അപ്പോൾ ഒരു ഔട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലുള്ളത് അതൊക്കെയാണ് അതിനെ പറ്റി കാണിച്ചു തരാനുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.